വണ്ടിപ്പെരിയാർ ഗ്രാമ്പയിലെ കടുവയെ ഉടൻ മയക്കുവെടി വെക്കുമെന്നാണ് അറിയുന്നത്. അരണക്കല്ലിൽ ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടി കടുവയെ ലൊക്കേറ്റ് ചെയ്തിരുന്നു. ഇപ്പോഴും നിരീക്ഷണത്തിലാണ് കടുവയുള്ളത്. മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായാൽ മയക്കുവെടി വെക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. മനു, ജോസിൽ എത്തുന്നേയുള്ളൂ. ഏതായാലും കടുവയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കടുവ ഈ ദൗത്യ സംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഇന്നലെ സംഭവിച്ചത് ഗ്രാമ്പയിൽ രാവിലെ വരെ കടുവ കസ്റ്റഡിയിലല്ല, നിരീക്ഷണ വലയത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ദൗത്യ സംഘത്തിന്റെ കാഴ്ചയിൽ നിന്ന് കടുവ എങ്ങോട്ടേക്കോ മറയുന്നതായിരുന്നു. പിന്നീട് അരണക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത്, അതായത് ഗ്രാമ്പയിൽ നിന്ന് അധികം ദൂരമല്ല അരണക്കൽ എന്ന് പറയുന്നത്, ആ അരണക്കല്ലിൽ ഇപ്പോൾ കടുവയെ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. വളരെ വേഗത്തിൽ അതിനെ മയക്കുവെടി വെക്കാൻ പറ്റുമോ എന്ന ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവശ നിലയിലായിരുന്നു, അപകടം പറ്റിയിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റിപ്പോർട്ടും വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി ജോസിൽ കൂടി ചേരുകയാണ്. ജോസിൽ, ഇപ്പോൾ ദൗത്യ സംഘത്തിന്റെ പൂർണ്ണമായ നിരീക്ഷണ വലയത്തിലാണോ കടുവയുള്ളത്? ആ കടുവയെ ഉടൻ തന്നെ മയക്കുവെടി വെക്കാൻ പറ്റുമോ? എന്താണിപ്പോൾ നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റുന്നത്? മനു, ഇന്നലെ രാത്രി 2:30 ഇത്തരത്തിൽ ഈ നമുക്ക് പുറകിൽ കാണുന്ന ഈ എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ പശുവിനെയും പട്ടികളെയും ഈ കടുവ കൊന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രാമ്പി മേഖലയിൽ ഇറങ്ങിയ കടുവ തന്നെയാണെന്ന് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ഈ കടുവയ്ക്കും നടക്കുമ്പോൾ കാലിൻ്റെ ചട്ട്, നേരത്തെ സൂചിപ്പിച്ച പോലെ കാലിലുള്ള മുറിവ് കൃത്യമായിട്ട് ഈ വീഡിയോകൾ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നതാണ്. ഏകദേശം 4 വയസ്സ് മുകളിൽ പ്രായമുള്ള അടുത്തുള്ളൊരു കടുവയാണ് ഇപ്പോൾ ഇതിൽ പെട്ടിരിക്കുന്നത് എന്നാണ്, ഈ മേഖലയിൽ വന്ന് പെട്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് പരിക്കുള്ളത് കൊണ്ടാണ് ഈ പ്രധാനമായിട്ടും ഇവിടെ തന്നെ കിടന്ന് കറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യമൊന്ന് ലൊക്കേറ്റ് ചെയ്തു, അതിനുശേഷം കൂട് സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് കുറേ ദിവസം കടുവയെ കണ്ടില്ല. കഴിഞ്ഞ ദിവസം വീണ്ടും കണ്ടെത്തുകയും മയക്കുവെടി വെക്കാൻ തീരുമാനിക്കുകയും ചെയ്തതാണ്. എന്നാൽ പിന്നീട് ആ മയക്കുവെടി വെക്കാൻ എല്ലാ സജ്ജീകരണങ്ങളുമായി ഇന്നലെ സർക്കാർ സംവിധാനങ്ങൾ ഗ്രാമ്പിയിൽ കേന്ദ്രീകരിച്ചു. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, അതുപോലെ തന്നെ ആംബുലൻസ് സംവിധാനം, പോലീസ്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നിന്നെങ്കിലും ഇന്നലെ കൃത്യമായി കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എല്ലാ സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ടും കൊണ്ടുവന്നിരുന്നു. ഇവിടെ നമുക്കറിയാം, ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം തുടർച്ചയായി തുടരുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ സ്നിപ്പർ ഡോഗിനെ അടക്കം, ട്രാക്കർ ഡോഗിനെ അടക്കം കൊണ്ടുവന്ന് പരിശോധന നടത്തിയെങ്കിൽ ഇന്നലെ കണ്ടെത്താനായിരുന്നു. എന്നാൽ ഇന്നലെ 2:30 ഈ മേഖലയിൽ ഇറങ്ങി, അതായത് നേരത്തെ കണ്ട് കൂട് സ്ഥാപിച്ചിരുന്നതിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം നടന്ന് ഈ മേഖലയിൽ എത്തി. അതായത് ഇവിടെ സ്ഥിരമായി എത്തി ഈ മൃഗങ്ങളെ, നാട്ടുകാർ പറയുന്ന അനുസരിച്ചാണെങ്കിലും സ്ഥിരമായിട്ട് ഈ മേഖലയിൽ എത്തുന്ന ഒരു കടുവയാണ് ഇത്. അത് ഈ വളർത്തുമൃഗങ്ങളെയെല്ലാം സ്ഥിരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു കടുവയാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തെ നാട്ടുകാർ നേരത്തെയും നമുക്കറിയാം, കഴിഞ്ഞ 3-ാം തീയതിയാണ് ഈ മേഖലയിൽ കടുവയെ ആദ്യം കാണുകയും പിന്നീട് 10-ാം തീയതി ഈ കൂട് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ നമുക്ക് മുമ്പ് നേരത്തെ സംസാരിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? കഴിഞ്ഞ 3-ാം തീയതി മുതൽ ഈ പരിസരത്ത് ഗ്രാമ്പിയിലായിരുന്നു ഈ കടുവ ഉണ്ടായിരുന്നു. അവിടെ 2 പശുക്കളെയും പിടിക്കുകയും പട്ടിയെ പിടിക്കുകയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേ തുടർന്ന് തന്നെ നമ്മൾ പോലീസിൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുകയും അത് തുടർന്ന് അവരിടപെട്ട് കാര്യം കൂട് സ്ഥാപിക്കുകയും ക്യാമറ സ്ഥാപിക്കുകയും നടപടിയെല്ലാം സ്വീകരിച്ചിരുന്നു. ഇന്നലെ അവിടെ നിന്നാണ് ഇത് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ പൊതുവിൽ ആളുകളുടെ ഒരു ഭീതിജനകമായ സാഹചര്യം ഉണ്ട്. ആളുകൾ ഭയപ്പാടാണ്. ഗ്രാമ്പിയിലാണെങ്കിൽ ആ പരിസരത്തോടെ സ്കൂളും തൊഴിലാളികളെല്ലാം ജോലിക്ക് പോകാൻ കഴിയാതെ കഴിഞ്ഞ 2 ദിവസമായിട്ട് തൊഴിലാളികൾ ജോലിക്ക് പോകാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്തിന് ഇപ്പോൾ ഇന്ന് അതിൻ്റെ തൊട്ടടുത്ത കേന്ദ്രത്തിലേക്ക് അരണക്കല്ലിലേക്ക് ആ കടുവ തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള നടപടി, കാരണം ഇത് കുറേ നാളുകളായി ആളുകൾക്ക് തൊഴിൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ, ഈ നമുക്കിപ്പോൾ കാണുന്ന ഈ തേയിലത്തോട്ടത്തിലടക്കം തേയില നുള്ളാൻ പാകത്തിന് നിൽക്കുന്ന തേയിലത്തോട്ടമാണ്. അത് രാവിലെ 6 മണിക്കൊക്കെ ഇറങ്ങി വലിയ വെയിലാകുന്നതിന് മുമ്പ് ഈ പ്രദേശത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ വലിയ ചൂടാണ്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നല്ല ചൂടായി ഇവിടെ മാറിയിട്ടുണ്ട്. രാവിലെ നല്ല തണുപ്പും അതിനുശേഷം കുറച്ച് സമയം വെയിലിങ് വന്നു കഴിയുമ്പോൾ നല്ല ചൂടും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പരമാവധി രാവിലെ തന്നെ ഇറങ്ങി തൊഴിൽ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാവിലെ ഇറങ്ങി, ഇപ്പം ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഇറങ്ങി പണിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുടങ്ങുന്ന ഒരു സാഹചര്യം. ഏതായാലും കൃത്യമായി ഇപ്പോൾ ഈ ഡ്രോൺ നിരീക്ഷണത്തിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ ഇറങ്ങി കടുവയെ വെടിവെക്കാനുള്ള മറ്റ് തടസ്സങ്ങൾ, മറ്റുള്ള ആനയ്ക്ക് വെടിവെക്കുന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട്
സംസാരിക്കുമ്പോൾ ആണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ആനയ്ക്ക് വലിയ ശരീരം ഒരു പ്രദേശത്ത് നിന്ന് വെടിവെക്കാൻ പറ്റും. ഇത് കടുവയ്ക്ക് കൃത്യമായി അത്തരത്തിൽ ഒരു സാധിക്കില്ല. അത് ഒന്നെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് വെടിവെക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ഒരു തടസ്സമാണ് നിലവിലുള്ളത്. ഏതായാലും കടുവ ഈ ഡ്രോൺ നിരീക്ഷണത്തിൻ്റെ പരിധിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. പരമാവധി ഇന്ന് തന്നെ മയക്കുവെടി വെച്ച് ഈ കടുവയെ ഇപ്പോൾ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റാൻ ഉള്ള ഒരു ശ്രമമാണ്. അതിനൊപ്പം തന്നെ പിടിച്ചാൽ തേക്കടിയിലെത്തിച്ച് അതിൻ്റെ കാലിനുള്ള പരിക്കിൻ്റെ ചികിത്സ നൽകാനുമാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മനു. തീർച്ചയായും ജോസിൽ പറഞ്ഞതുപോലെ ഇന്നലെയും നമ്മൾ ഇതേ പ്രതീക്ഷ പങ്കുവച്ചതാണ്. രാവിലെ തന്നെ മയക്കുവെടി വയ്ക്കാൻ പറ്റും എന്ന പ്രതീക്ഷയായിരുന്നു പങ്കുവച്ചത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കേട്ടത് കടുവ പ്രദേശത്തു നിന്ന് മാറി എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ആ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സജ്ജീകരണങ്ങൾ ഇന്ന് വകുപ്പ് അവിടെ ഒരുക്കിയിട്ടുണ്ടോ? മനു, തീർച്ചയായിട്ടും വെറ്റിനറി ഡോക്ടർ അനുരാജിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം, ഡോക്ടർ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഇവിടെ രാവിലെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. DFO, CCF അങ്ങനെയുള്ള ആളുകളൊന്നും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂപീകരിച്ച ദൗത്യ സംഘം തന്നെയാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസും ഇവിടെ എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനൊപ്പം തന്നെ പോലീസും ഇവിടെ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങൾ, ഇപ്പം ഈ നാട്ടിലെ പല ജനങ്ങളിപ്പം കുറച്ച് മുമ്പാണെങ്കിൽ പോലും ഈ കടുവ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നാട്ടുകാരൻ പോയി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ അടക്കം അവിടെ നിന്ന് മാറ്റാനുള്ള ക്രമീകരണങ്ങളെല്ലാം പോലീസാണ് നടത്തിയത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവരെ സ്ഥിരം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനോട് പൊരുത്തപ്പെടുകയും ഒപ്പം ആശങ്കയും. കാരണം ഇത് ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് പേടിയില്ല, പക്ഷേ ഞങ്ങളുടെ കുട്ടികളെ ഓർത്താണ് ഞങ്ങൾക്ക് പേടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ജീവിത മാർഗം എന്ന് പറയുന്നത് അവർ വളർത്തുന്ന ഈ വളർത്തുമൃഗങ്ങളാണ്. പശുവിനെയും ആടിനെയും ഒക്കെ വളർത്തിയാണ്. ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെയുള്ള കൂലി വളരെ പരിമിതമായതുകൊണ്ട് തന്നെ അവരുടെ പ്രധാന ജീവിതമാർഗം എന്ന് പറയുന്നത് ഈ കന്നുകാലിയെ വളർത്തിയും ആടിനെ വളർത്തിയും ഒക്കെയാണ്. അപ്പോൾ അത്തരം വളർത്തുമൃഗങ്ങളെ പിടിച്ച് ഇത് സ്ഥിരമായി കൊലപ്പെടുത്തുന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറുകയാണ്. അതുകൊണ്ട് കൂടിയാണ് ജനങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കടുവയെ ഈ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനു. തീർച്ചയായും ഇന്ന് ഇപ്പോൾ ഈ അരണക്കല്ലിലേക്ക് കടുവ എത്തിയ സാഹചര്യത്തിൽ നേരത്തെ ഈ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ കൊളുന്തു തുള്ളാനൊക്കെ ആളുകൾ ഇറങ്ങേണ്ടതാണ്. ഇന്ന് അതുപോലുള്ള അവരുടെ ജോലികളൊക്കെ നിർത്തിവച്ചിരിക്കുകയാണ്. ആൾക്കാർ അങ്ങനെ ജോലിക്കൊന്നും ഇന്നത്തേക്ക് പോകണ്ട എന്ന നിർദ്ദേശമാണോ നൽകിയിരിക്കുന്നത്? തീർച്ചയായും അത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഇപ്പോൾ ഈ എസ്റ്റേറ്റ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് കടുവയെ കണ്ടാൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മറ്റു ബ്ലോക്കുകളിലേക്ക് ജോലി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗ്രാമ്പി എസ്റ്റേറ്റിൽ അതാണ് ചെയ്തത്. പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് AVTയുടെ കീഴിലുള്ള എസ്റ്റേറ്റാണ്. അപ്പം ഓരോ മാനേജ്മെൻറ്റുകളോടും അപ്പോൾ അത് ഈ തഹസീൽദാർ അടക്കമുള്ള ആളുകൾ സംസാരിച്ചാണ് ഈ ആളുകൾക്ക് ജോലി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. മറ്റു ബ്ലോക്കിലേക്കൊക്കെ മാറ്റി ചില ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ അത് പെട്ടെന്ന് ഇപ്പം രാവിലെ ഈ മേഖലയിൽ ഇറങ്ങേണ്ട ആളുകൾ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഇന്ന് അവരുടെ പണി മുടങ്ങി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പം ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ വലിയ വരുമാനം കിട്ടുന്നത് ഇത്തരത്തെ വളർത്തുമൃഗങ്ങളെ ഈ എസ്റ്റേറ്റിൽ അഴിച്ചുവിട്ടൊക്കെ വളർത്തി അതിൽ നിന്നാണ് കൂടുതൽ വരുമാനം കിട്ടുന്നത്. അത്തരത്തിലുള്ള വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഈ നാട്ടുകാർ പറയുന്നത്. ഏതായാലും വിദ്യാഭ്യാസം മുടങ്ങുന്നു, ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നു, അവരുടെ മറ്റ് ജീവനോപാധികൾ നഷ്ടപ്പെടുന്നു. ഇതിങ്ങനെ ജനങ്ങൾ ആകെ ഒരു രോഷാകുലരാണ്. ഏതായാലും അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന രോഷപ്രകടനങ്ങളാണ്. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പരമാവധി സഹകരിക്കാൻ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. കാരണം ഇത് മറ്റ് വേറെ ഏതെങ്കിലും കൂടുതൽ ഉള്ള ജനങ്ങൾ പെട്ടെന്നിറങ്ങുന്ന ഒരു മേഖലയിലാണെങ്കിൽ ഉണ്ടാകുന്ന പ്രതിഷേധം പോലെയുള്ള പ്രതിഷേധങ്ങളിലേക്കൊന്നും ആളുകൾ പോകാതെ അവർ ഈ കൂട് സ്ഥാപിക്കുന്നതിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വളരെ സാധാരണക്കാരായ നല്ല മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അവർ പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സർക്കാർ സംവിധാനങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിച്ചത്. മനു. ജോസല്, കടുവയെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. കടുവ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? കാരണം ഈ ദൗത്യത്തിലേക്ക് കടക്കാറായില്ലേ? ഇനിയും വൈകുന്നതനുസരിച്ച് കടുവ അവിടെ നിന്ന് മാറാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്.
വിനിഷ, അത് നമുക്ക് സ്വാഭാവികമായിട്ട് വളരെ കഴിഞ്ഞ ദിവസം ഇതേ ആശങ്കകൾ തന്നെ CCF-നോടും DFOയോടും അടക്കമുള്ള സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി വളരെ തമാശയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കേൾക്കുന്നവർക്ക് എടുക്കാം. ഇത് പൂച്ചയല്ല, കടുവയാണ് എന്നുള്ളൊരവസ്ഥ. കാരണം ഇത് നമുക്ക് ഡോക്ടറാണ് പോയി വെടിവെക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇത് നമുക്കറിയാം സിംഹത്തേക്കാൾ കരുത്തുള്ള സിംഹം രാജാവ് എന്ന് പറയുന്നത് കൂട്ടമായി പോയി ഇര പിടിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു തലവനായി നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ കടുവ ഒറ്റയ്ക്ക് ഇര പിടിക്കുന്നതാണ്, സിംഹത്തേക്കാൾ കരുത്തുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ കടുവയുടെ ഒറ്റച്ചാട്ടത്തിന് തന്നെ മീറ്ററുകളോളം ചാടാൻ പറ്റും. ഒരു 40 മീറ്ററിനുള്ളിൽ ഇരയെ ഓടിച്ചിട്ട് പിടിക്കാൻ ശേഷിയുള്ള, ഏത് വലിയ ജീവിയുടെയും തല ഒറ്റയടിക്ക് തകർക്കാൻ ശേഷിയുള്ള മുൻകൈകളെല്ലാം ഉള്ള ശക്തനായ ഒരു ജീവിയാണ് കടുവ. ആ കടുവയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര അവശനാണ് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ആ വന്യ സ്വഭാവം എപ്പോൾ വേണമെങ്കിലും അത് പുറത്തെടുക്കാം. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം. ഒപ്പം തന്നെ ഈ ആനയുടെ വലിയൊരു ശരീരത്തിൽ വെടിവെച്ച് കൊള്ളിച്ച് മയക്കുവെടി വെക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ കുറ്റിക്കാടിന് ഇടയ്ക്ക് ഈ കിടക്കുകയാണെങ്കിൽ ഈ കടുവയെ വെടിവെക്കുക എന്നുള്ളത്. അത് കൃത്യമായി എഴുന്നേറ്റ് നിൽക്കുക. അതുപോലെ മറ്റ് തടസ്സങ്ങളൊന്നും ഈ വെടി പോകുന്ന, അതായത് ഈ മയക്കുവെടി പോകുന്ന പാതയിൽ മറ്റ് തടസ്സങ്ങൾ എന്തെങ്കിലും കാരണവശാൽ അത് ഡീവിയേറ്റ് ചെയ്ത് പോയാൽ അത് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് അത്തരം തടസ്സങ്ങളൊന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ വന്നാൽ മാത്രമേ വനം വകുപ്പിനാണെങ്കിലും ഈ കടുവയെ വെടിവെക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാം. കാരണം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ പരിമിതികൾ, അവരൊരു മനുഷ്യരാണ്, അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിനീഷ്. ശരി.